ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഊട്ടിയിൽ രണ്ടാമത്തെ ദിവസം സൺഡേ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ റിട്ട അടിക്കണം. അപ്പോൾ അഗളി വഴിയാണ്, ഉള്ളി വഴി ബ്ലോക്ക്, റോഡ് ബ്ലോക്ക് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മൾ അഗളി വഴി പോകാന്നുള്ള പരിപാടിയാണ്. അതുപോലെ ദൊഡ്ഡാപേട്ട പോകണം. ദൊഡ്ഡാപേട്ട പീക്ക് കണ്ടിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ റൂമിൽ വന്ന് നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് അഗളി വഴി, അട്ടപ്പാടി വഴി, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം, അങ്ങനെയാണ് നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു ചെറിയ ഹോട്ടലിൽ കയറിയതാണ്. നല്ല വടയുണ്ട്, ചട്നി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ തൊണ്ടപ്പേട്ട് പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ തൊട്ടാപ്പേട്ട പീക്കിലോട്ടുള്ള പോക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വെറുതെ അവിടെ വരെ പോയി മൂഞ്ചി പോന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും തൊട്ടാപ്പേട്ട പീക്ക് കണ്ടിട്ട് നമ്മൾ റിട്ടേൺ പോരുള്ളൂ. എന്തായാലും 8 മണിക്കാണ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ 7:57 ആയി. നമ്മളൊരു 8:30 ആകുമ്പോഴേക്കും അവിടെ എത്തും. അപ്പോൾ തൊട്ടാപ്പേട്ട പീക്ക് 8 മണിക്ക് ഓപ്പൺ ആവും. നമ്മളൊരു 8:30 ആകുമ്പോൾ അവിടെ എത്തും. ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല വടയും ചായയും ദോശയൊക്കെ കഴിച്ച് ഓക്കെയാണ്. ഊട്ടി ഇങ്ങോട്ട് ഉണരുന്നേ ഉള്ളൂ. ടൂറിസ്റ്റുകളൊക്കെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് റൂമിൽ നിന്ന്. വണ്ടികളൊക്കെ വളരെ കുറവ്. തണുപ്പ് ആവശ്യത്തിനുണ്ട്. എല്ലാം കൊണ്ടും അനുകൂലമാണ്. നല്ല ക്ലൈമറ്റ്, ഒരു മോർണിംഗ് വൈബ് ഊട്ടിയിൽ കിട്ടുന്നുണ്ട്. ഇന്ന് റിട്ടേൺ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അഗളി വഴി അട്ടപ്പാടി, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം, അങ്ങനെയാണ് നമ്മളെ റൂട്ട്. അപ്പോൾ മുള്ളി വഴി ഊട്ടി നമുക്ക് കേരള ടൂറിസ്റ്റുകൾക്ക് അടവാണ്. കാരണം അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല. TM വണ്ടികൾ മാത്രമേ പോവുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അതുവരെ നമ്മൾ ഓടി നോക്കാനുള്ളൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ റിട്ടേൺ വരേണ്ടി വരും. അപ്പോൾ നമുക്ക് സീനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ദൗത്യം ഒഴിവാക്കിയിട്ട് ഇന്ന് നേരെ കൂനൂർ, മേട്ടുപ്പാളയം, അഗളി, ആനക്കട്ടി റൂട്ട് എന്നാണ് എൻ്റെ ഒരു അത് എത്രത്തോളം, അതായത് ഇപ്പോൾ പറഞ്ഞ റൂട്ട് കറക്റ്റാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഗൂഗിൾ മാപ്പിനോട് ഒന്നുകൂടി ചോദിച്ചു നോക്കും. എന്തായാലും നമ്മൾ അഗളി വഴിയാണ് പോകുന്നത്, അട്ടപ്പാടി. അവിടുന്ന് മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം, അത് ഏകദേശം കറക്റ്റ് റൂട്ടാണ്. ബാക്കി ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഗൂഗിൾ ആൻറ്റീനോട് ഒന്നുകൂടി ചോദിക്കണം. അപ്പോൾ നമ്മൾ ദൊഡ്ഡാപ്പേട്ട പീക്കിലേക്ക് ഉള്ള എൻട്രി ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 2.2 കിലോമീറ്റർ ഉണ്ട്. നല്ല കാഴ്ചാട്ടോ, രണ്ട് സൈഡിലും നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ ഒത്തിരി തണുപ്പും കൂടും ചെയ്തു കേട്ടോ. പുളി ഒരു മൂടുണ്ട് കേട്ടോ. നല്ല വ്യൂ. അതായത് നമ്മുടെ ഇവിടെ ഒന്നും വണ്ടി നിർത്തണില്ല. നേരെ പോവാണ് മുകളിലേക്ക്. ഓക്കെ, ഇവിടെ ഫാസ്റ്റ് ടാഗിൻ്റെ ഉണ്ടല്ലോ. ഇറങ്ങിക്കണ്ണേ. സോറി, നമുക്ക് തെരിയല്ലേ, അതാ. സോറി.
താങ്ക് യു. കയ്യിൽ വെച്ച ആവശ്യമുണ്ടാവും. ₹20 അങ്ങോട്ട് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബൈക്കിന് ഉണ്ടാവില്ല എന്ന്, പക്ഷേ ബൈക്കിന് ₹20 ഉണ്ട്. അങ്ങനെ നമ്മൾ പീക്കിലെത്തി. നല്ല തണുപ്പ്, രക്ഷയില്ല. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയോ കേട്ടോ. രണ്ട് സൈഡിലും ഫുള്ള് കച്ചവടങ്ങളാണ്. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കെന്താ അവിടെ ഗ്ലൗസ് വേണ്ടേ? ഓക്കെ, ചേട്ടാ ഗ്ലൗസ് എടുക്കാം. Gloves. Yeah. ഇത് 50, $50. ഇത് 100. അതുകൊണ്ട് അതെങ്ങനെയുണ്ട്? ക്വാളിറ്റി കുറവായിരിക്കും. ഇത് മതിയോ? അത് വാങ്ങിക്കോണം. ഇത് വേണോ? ഇതുകൂടെ ഡാർക്ക് കളർ കൊടുക്കണം. ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക് ഇല്ല, രണ്ട് കളർ നോക്കാം. നമ്മൾ ഈ സാധനം വാങ്ങി. ഇതില്ല നടക്കൂല അറിയുണ്ട്, അത്രയും തണുപ്പാട്ടോ. അതായിട്ട് നല്ല തണുപ്പുണ്ട്. എന്തായാലും പീക്കിൻ്റെ അങ്ങോട്ട് പോയതൊക്കെ തന്നെ. പിന്നെ തണുപ്പൊന്നുണ്ട്. അവിടെ ഒരു എൻട്രി ടിക്കറ്റ് കൂടി കേട്ടോ, 10 രൂപ. ಓಕೆ ಜಾಸ್ತಿ ಓಕೆ ಎಂಟ್ರಿ ಸರ್. ഓക്കെ, ₹20 ടിക്കറ്റ് ഉണ്ട് കയറാൻ. സെറ്റ്. നല്ല തണുപ്പുണ്ട്. പോയോക്കാം.
അപ്പോൾ നമ്മൾ നേരെ റിട്ടേൺ ഇറങ്ങി. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ ഒന്നുമില്ല, എല്ലാവർക്കും അറിയുന്നതല്ലേ, തൊട്ടാപ്പേട്ട ഫേമസ് ആണ്, ഇഷ്ടംപോലെ ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് നേരെ റിട്ടേൺ റൂമിലോട്ട്. നമുക്ക് ലഗേജ് പാക്ക് ചെയ്യണം, അതേപോലെ നമ്മൾ പറഞ്ഞ റൂട്ടിൽ പിടിക്കണം. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ എന്തായാലും നമ്മൾ ആ റൂം പോവാണ്. ഇവിടെ നല്ല തണുപ്പായിരുന്നു, ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ റൂം പോവാം. റൂം പോയിട്ട് ബാക്കി എന്തായാലും നമ്മൾ തൊട്ടാപ്പേട്ട മിസ് ചെയ്യാത്തത് നന്നായി, വന്നത് നന്നായി. എന്തായാലും നമുക്കൊരു ആ വൈബ് കിട്ടി, ഊട്ടിയുടെ ആ ഒരു വൈബ്. അപ്പോൾ നമ്മൾ റൂമിൽ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു, ലഗേജൊക്കെ റെഡിയാക്കി, അത് നമ്മൾ വണ്ടിയിൽ ടൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ കൂനൂർ, മേട്ടുപ്പാളയം, അട്ടപ്പാടി, അഗളി വഴി നേരെ മലപ്പുറം പിടിക്കാനുള്ള പരിപാടിയാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റൂട്ട് തന്നെയാണ്. ഏകദേശം 3 മണിക്കൂർ 51 മിനിറ്റ്, ഏകദേശം 4 hours നമുക്ക് അട്ടപ്പാടി എത്താനുണ്ട്. അപ്പോൾ നമ്മൾ അട്ടപ്പാടി ഒരു സ്റ്റോപ്പ് കൊടുത്തിട്ടാണ് മലപ്പുറം അടിച്ചിട്ടുള്ളത്. കാരണം ആ റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റേ ഡയറക്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ആ റൂട്ട് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഊട്ടിയോട് വിട പറയുകയാണ്. നമ്മൾ ഊട്ടിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് പോകുന്നു, കോയമ്പത്തൂർ മേട്ടുപ്പാളയം റൂട്ടാണ്. നമ്മൾ ആ ഡെസ്റ്റിനേഷനോട് വിട പറയുമ്പോൾ നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മളൊരു ഡെസ്റ്റിനേഷൻ മനസ്സിൽ ചൂസ് ചെയ്ത് ആ സ്ഥലത്തോട്ട് യാത്ര ചെയ്ത് അവിടുന്ന് റിട്ടേൺ വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ ഒരു ലെവലാണ്. നമ്മൾ ഓരോ യാത്രയും എൻജോയ് ചെയ്യുക, ആ എൻജോയ് ചെയ്യണ ഒരു സമയം ഉണ്ടല്ലോ, നമ്മളെല്ലാ കാര്യങ്ങളും മറക്കും. നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിലും ഓരോ റൈഡും നമ്മളെ മനസ്സിലങ്ങ് ആഴമായിട്ട് പതിയും കേട്ടോ. അപ്പോൾ യാത്രകൾ എപ്പോഴും ചെയ്യുക, നമ്മൾ യാത്രകൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ യാത്രയും ഞാനും വൈഫും നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ടായി. ഇനി നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്ത ഓരോ എന്താ പറയുക, യൂട്ടിയിൽ വന്ന ആ ഒരു സമയമൊക്കെ നമ്മളിനി കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂർ 34 മിനിറ്റ് കാണിക്കുന്നുണ്ട്. നല്ല റൂട്ട്, റൈറ്റ് സൈഡിൽ നല്ല വ്യൂ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു, കൂനൂരെത്തി. കൂനൂർ ടൗണിലാണിപ്പോൾ. അപ്പോൾ ദാഹിച്ചപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ കൂനൂർ ടൗണിലാണ് ഉള്ളത്. ഒരു പാക്കറ്റ് ഇതും വാങ്ങി, ഒരു 7up വാങ്ങി. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, ക്ലൈമറ്റ് നേരെ ഓപ്പോസിറ്റായ സ്ഥിതിയാണ്. ചെറിയ ചൂടും നല്ല വെയിലും. വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഈ ചെറിയൊരു പെട്ടിക്കടയിൽ നിർത്തിയിട്ട് 7up ഇതും വാങ്ങി. അപ്പോൾ എന്തായാലും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കഴിച്ച് നമ്മൾ കൂനൂരിൽ ഒരു വാട്ടർ ബ്രേക്ക് എടുത്തിട്ട് ഇത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്, മറ്റേ ആ ടോയ് ട്രെയിൻ പോണ ടോയ്പാളമാണിത്. മേട്ടുപ്പാളയത്തിൽ നിന്ന് വരുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇനി അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, നമ്മൾ വാട്ടർ ബ്രേക്ക് എടുത്തെന്താ പറയുക, നമ്മൾ നന്നായിട്ട് ദാഹിച്ചു. ആ ക്ലൈമറ്റ് ചെറിയൊരു ചൂട് അനുഭവപ്പെട്ടപ്പോൾ. ഓക്കെ, കൂനൂരിൻ്റെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, നമ്മളാ ടോയ് ട്രെയിനിൻ്റെ. ഇവിടുന്ന് മേട്ടുപ്പാളയത്തിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അല്ലാതെ നമുക്ക് ഊട്ടിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മേട്ടുപ്പാളയത്തിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിൻ കയറാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ റോഡ് കണ്ടിന്യൂ ചെയ്യാം. കൂനൂര് എന്താ പറയുക,
കൂനൂരിൽ നിന്നാണ് നമ്മൾ കിണ്ണക്കോറ റൂട്ടും ഒക്കെ ഉള്ളത് കൂനൂരിൽ നിന്നാണ്. നമ്മൾ ആ റൂട്ടൊന്നും എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആ എന്താ പറയുക, നമ്മൾ ആ കോട ഇങ്ങനെ മേലെ നിൽക്കണ ഒരു വ്യൂ ഉണ്ട്, അതിങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോയിൽ കിട്ടൂല. അത്യാവശ്യം ഹൈറ്റിൽ ഇങ്ങനെ മേഘം പോലെ പരന്നിങ്ങനെ കിടക്കണു. അത് ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ മരമൊക്കെ ആയതുകൊണ്ട് കാണുന്നില്ല. പക്ഷെ മുകളിൽ നിന്ന് ശരിക്കും കണ്ടിരുന്നു. നല്ല അടിപൊളിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതിപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ കാണാൻ പറ്റും തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. ഓക്കെ, എനിക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല ഫ്രണ്ടിൽ. ഓ, ഇടുക്കത്തെ വ്യൂ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കോട ഇങ്ങനെ മേഘം പോലെ നിൽക്കുന്നത്. രക്ഷയില്ല കേട്ടോ. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. ഞാനും കുറച്ച് നേരം അതിങ്ങനെ ആസ്വദിച്ചു. ഓ മാൻ, ലെഫ്റ്റ് സൈഡിൽ വേറെ റേഞ്ച് കേട്ടോ. നല്ല വ്യൂ ആട്ടോ ഈ റൈറ്റ് സൈഡിൽ. ആ, നല്ല വ്യൂ ഉണ്ട്. സെറ്റാണ്. എന്തോ പെട്രോളിംഗ് ആണല്ലോ. പോലീസും ഹൈവേ പോലീസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ. ആ, തമിഴ്നാട് പോലീസല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി ആയിരിക്കും. ടിയൻ വണ്ടികളെ തന്നെ പിടിച്ചാണുള്ളത്. എന്താണാവോ, അറിയില്ല. പിന്നെ അതേ റൈറ്റ് സൈഡിൽ നല്ല വ്യൂ ആണ്. റൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 സൈഡിക്കും ക്യാമറ വയ്ക്കാൻ പറ്റുന്നെങ്കിൽ നല്ല അടിപൊളിയാണ്. ഓഹോ മാൻ, പൊളി. റോഡ് അടിപൊളി കേട്ടോ. നല്ല അടിപൊളി റോഡ്. നല്ല വൈബിൽ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ പറ്റിയ. റൈറ്റ് സൈഡിൽ ഉണ്ടല്ലേ, രക്ഷയില്ല. ഓ, വേറെ മൂഡ്. എന്താ പറയുക, അവിടെ നിർത്താത്തത്. പിന്നെ നമ്മൾ ടൈം പിന്നെ ഇങ്ങനെ നമുക്ക് ലേറ്റ് ആവും. പിന്നെ നമ്മൾ സമയം പോകും. അതുകൊണ്ട് ഇങ്ങനെ പോണ പോക്കി ഇങ്ങനെ ആ കാഴ്ച കണ്ടാലേ, ഓ മാൻ, പൊളി. കണ്ടമാനം റൈഡേഴ്സൊക്കെ ഈ റൂട്ടിലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടായിരിക്കാം. ഊട്ടിയിലുണ്ടായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാർ, റൈഡേഴ്സ്. ഗ്യാങ്ങായിട്ട് ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. നമ്മൾ സിംഗിളായിട്ടാണ്. എന്താ ചെയ്യുക. അടിയിൽ നിന്നൊരു വലിയൊരു ലോറി കയറി വരുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിലെ കാറുകാരൻ ഓനെ അങ്ങോട്ട് മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ആ ചങ്ങായിക്ക് കയറാൻ പറ്റില്ല. ആകെ പണിയായി. ഇനിയിപ്പോൾ ഇവൻ കിടാ ഓരോരോ ആൾക്കാർ പോണ പോക്കോക്ക്. അവനിപ്പോൾ എന്തിൻ്റെ കേടപ്പം അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണ്ടേ. ഈ വക ടീംസ് മോനെ, വല്ലാത്തൊരു കഥ. അപ്പോൾ ആ ലോറി കംപ്ലീറ്റ് ബാക്കിറക്കി, കംപ്ലീറ്റ് ലോഡും. ഓ മാൻ, ആ വണ്ടി ഇതേ ഈ ലോറി കയറി വരികയായിരുന്നു. ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു.
ഒരു ടൊയോട്ടയുടെ ഇന്നോവയാണ് തോന്നുന്നുണ്ട്. ആ ബെഡ്ക്കൂസ് മറ്റേ വണ്ടി കയറി വരുന്നവന് വേണ്ടേ നമ്മളവിടെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ ചവിട്ടി കൊടുക്കേണ്ട സംഭവമായിരുന്നു. അവൻ ചവിട്ടിയില്ല, അവൻ നേരെ അങ്ങ് എടുത്ത്. ആ ലോറിക്കാരനോ ഉറപ്പായി തട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അവിടെ ചവിട്ടി, പിന്നെ കയറണമില്ല. അത് കയറി വരുന്ന വണ്ടി, ഹെയർപിൻ ബെൻഡുകളിൽ കയറി വരുന്ന വണ്ടിക്കാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ഇറങ്ങി വരുന്ന വണ്ടികൾ അതിനനുസരിച്ച് നിന്നെടുക്കണം. തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു രസമൊന്നും ഉണ്ടാവില്ല. അല്ലാത്ത കോമഡി. എന്തായാലും ഊട്ടി തണുപ്പൊക്കെ അങ്ങ് വിട്ടു കേട്ടോ. തണുപ്പുണ്ട്, പക്ഷെ ഒരു എക്സ്ട്രീം ലെവലുള്ള തണുപ്പല്ല. ഒരു നൈസ് തണുപ്പും ഒരു നൈസ് ചൂടും. നമ്മളിങ്ങനെ ഊട്ടി കൂനൂർ ഹിൽ സ്റ്റേഷൻ ഇങ്ങനെ ഇറങ്ങി എയർപിൻ ഇറങ്ങി വരികയാണ്. നമ്മൾ എയർപിൻ ബെൻഡ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ TN വണ്ടികൾക്ക് എൻ്റെ മോനെ ഒരു ഡ്രൈവിങ് ഒരു രക്ഷയില്ല. ലെഫ്റ്റ് സൈഡ് കൂടി ഓവർടേക്ക് ചെയ്യുന്നു, എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് ഓർക്കാൻ അറിയില്ല. ഒരു ഗ്യാപ്പ് കിട്ടി അതിൽ കൂടെയാണ് കയറും. അത് ഓടിക്കുന്നത് ശരിയാണോ എന്നുള്ളതൊന്നുമില്ല. അതായത് നമ്മൾ വലിയ സംഭവമായിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു പുകയും ചൂടുമില്ല. വണ്ടി തട്ടിയാലും പ്രശ്നമില്ലാത്ത പോലെയാണ് ഓരോ ഡ്രൈവിങ്. വണ്ടി ഫുള്ള് ഫാമിലിയാണ്, എന്നാലും ഒരു കൺട്രോളില്ലാത്ത ഡ്രൈവിങ്. അയ്യോ, ഞാനിപ്പോൾ അവിടുന്ന് കുറച്ച് ഇത് കണ്ടപ്പോൾ ഞാൻ അതാണ് പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കിയത്. എന്നെ മോനെ ഒരു രക്ഷയില്ല. ഒരു ബൈക്കും ഒരു പയ്യുണ്ടോ, അവൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് ബസ്സിൻ്റെ. എന്താപ്പം അത്, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇവിടെ ഓടിക്കന്നെ, വീതിയുള്ള റോഡാണല്ലോ. ഏതാ എങ്ങനെ ഡ്രൈവ് ചെയ്യണ്ടത് എന്നുള്ളതൊന്നും അവർക്ക് നോളജ് ഉണ്ടായിട്ടും ചെയ്യാണ്ടിരിക്കുകയാണോ, ഇത് മതി എന്നാവുമായിരിക്കും ഓരത്. ആക്സിഡൻസ് കൂടും ഇങ്ങനെ ആകുമ്പേ, നമ്മൾ വിചാരിക്കണ പോലെ അല്ലല്ലോ. അല്ലാത്ത കഥ. എന്തായാലും സംഭവം അടിപൊളി, റോഡ് അടിപൊളി കേട്ടോ. നല്ല കട്ടറൊന്നും ഇല്ലാത്ത സ്പീഡ് ബ്രേക്ക് ഉണ്ട് എന്നല്ലാതെ റോഡ് നല്ല നൈസ് റോഡാണ്, സൂപ്പർ റോഡ്. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരെ അടിച്ച് മിന്നിച്ച് പോണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബസ് ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്തത് എൻ്റെ മുന്നിൽ പോണ ഈ സുസുക്കി അടിക്കണ പയ്യനാണ്. ഇവൻ്റെ തലയിലെന്താ തലച്ചോറല്ലേ, അവൻ്റെ സ്കിൽസ് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യില്ല. ഒരു ഇതുമില്ല, അതേ പോണ. എന്തൊക്കെയാ റോട്ടിൽ കാണിക്കണമെന്ന് അവനെന്നെ അറിയണില്ല. എട്ടൊക്കെ ഇടണ്ടോ ഇടയ്ക്ക്, വേറെ റേഞ്ച് പരിപാടി. എൻ്റെ മോനെ നോക്ക് പോണ്. ബാക്കിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റും ഇല്ല. അവനാണ് പെരും സ്പീഡിലാണ് പോണത്. ഇറക്കാണെന്നുള്ളൊരു ചിന്താഗതി ഒന്നും ഓനില്ല. അതേ സ്പീഡിൽ തന്നെ ഓവർടേക്ക് ചെയ്യണുണ്ടോ, മുന്നിൽ വണ്ടി വരുന്നുണ്ടോന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്താഗതി ഒന്നുമില്ല. എൻ്റെ മോനെ തമിഴനാണോ അതാവും, എവിടെയും കൊട്ടിപ്പടയാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ മേട്ടുപ്പാളയം ടൗണായി. യെസ്, മേട്ടുപ്പാളയം ടൗണിലെത്തിട്ടോ. സ്ട്രൈറ്റ് റോഡായിരുന്നു ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട്. മേട്ടുപ്പാളയം ടൗണെത്തി. സമയം 12:56, 1 മണിയായി. നമ്മൾ 11:30-11:30ക്കൊക്കെയാണ് തോന്നുന്നുണ്ട്. നമ്മൾ 11:30 12 മണിക്കാണെന്ന് തോന്നുന്നു. യെസ്, 11:30ക്കാണ് നമ്മൾ ഊട്ടിയിൽ നിന്ന് റിട്ടേൺ അടിച്ചത്. നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് പോയിട്ട് റൈറ്റ് എടുക്കാണ്ട്. ഓ മാൻ, ഇവിടെ ഡൈവേഷൻ കാണിക്കുന്നുണ്ടല്ലോ. 2 വീലറിന് പോവാം. ഓക്കെ,
ഇവിടുന്ന് റൈറ്റ് എടുക്കാണ്ട്. ഏതൊക്കെ റോഡിൽ കൂടെയാണ് പഠിച്ചവനെ കൊണ്ടുപോകണേ? നമ്മൾ കൂനൂരിൽ നിന്നൊക്കെ പോന്നു. കൂനൂര് മേട്ടുപ്പാളയം. ഇപ്പം നമ്മൾ അട്ടപ്പാടി റോഡിന് കയറി. ഒരു വണ്ടികളും KL വണ്ടികളും കണ്ടില്ല. ടൂറിസ്റ്റ് വണ്ടികളൊന്നുമില്ല. ആളൊഴിഞ്ഞ റോഡ്, അടിപൊളി റോഡ്. ഇനി നേരെ നമുക്ക് അട്ടപ്പാടിക്ക് പോകാനുള്ളത്. രണ്ട് സൈഡിലും നല്ല ഗ്രാമ കാഴ്ചയും ഫുള്ള് വില്ലേജിൻ്റെ ഉള്ളിൽ കൂടിയാട്ടോ റോഡ്. എന്തായാലും നമ്മൾ വന്ന റൂട്ട് എന്തായാലും അടിപൊളിയായി. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും സെറ്റായിരുന്നു കേട്ടോ ഈ റോഡ്. രണ്ട് സൈഡിലും കാടാട്ടോ. രണ്ട് സൈഡിലും കാട്. അപ്പുറത്തൊരു പുഴ പോകുന്നുണ്ട്. ചെറിയ റോഡ്, സംഭവം അടിപൊളി. പോയോക്കാം. ഇത് എവിടെ ചെന്ന് എത്തണമെന്നൊരു ഐഡിയ ഇല്ല. അടിച്ചപ്പോൾ അങ്ങനെ കണ്ടു. ഇനി വല്ല ചെക്ക് പോസ്റ്റ് ഉണ്ടോ, നമുക്ക് പോകാൻ പറ്റിയ റൂട്ടാണോ? കാരണം TN വണ്ടികൾ മാത്രമേ ഈ റൂട്ടിൽ കാണുന്നുള്ളൂ. ഒരു KL വണ്ടി പോലും ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ നമ്മൾ നിർത്തിയിട്ടേ ഗൂഗിൾ മാപ്പ് ഒന്ന് ചെക്ക് ചെയ്താണ്. നമ്മൾ പോണ റൂട്ട് ഓക്കെയാണ്. നമ്മൾ നേരെ ആനക്കട്ടി വഴി ആണ് പോകുന്നത്. ആ റൂട്ട് തന്നെയാണ്. അപ്പോൾ റൂട്ടിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ KL വണ്ടികൾ ഈ വഴി ചൂസ് ചെയ്യാത്തതായിരിക്കാം. അതുകൊണ്ടാണ് കേരള വണ്ടികൾ അധികം കാണാത്തത്. അപ്പോൾ രണ്ട് സൈഡിലും മറ്റേ കറണ്ട്, എനിക്ക് തോന്നുന്നു ആനശല്യം ഉണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സംഭവം ഇവിടെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട്. എർത്തിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലും. നല്ല റൂട്ട്, അടിപൊളി. അധികം റഷില്ല കേട്ടോ, അധികം വണ്ടികളും ഇല്ല. നമുക്ക് സ്ട്രൈറ്റ് റോഡാണ്. നമുക്ക് ഓടിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയും ആ ഒരു വൈബും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ ഒരു രക്ഷയില്ല. ഇപ്പോൾ പൊളിച്ചോടിച്ച് പോവാം. നമുക്ക് ആ റൈഡ് ഫീൽ കിട്ടും കേട്ടോ. നമുക്കതന്നെ വേണ്ടേ. പൊളി. സമയം 1:15. വിശക്കണമൊന്നുമില്ല, കാരണം നമ്മൾ അവിടെ നിന്ന് നല്ല തൊട്ടിട്ടിന്ന് ഊട്ടിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എത്തുമ്പോൾ എവിടെ നിന്നാണ് വിശക്കാന്ന് നോക്കണം. വിശക്കുമ്പോൾ ഫുഡ് അടിക്കണം, അതാണ് പരിപാടി. മാൻ വൈബ്. പെട്രോൾ ഫ്യൂൽ ഫില്ല് ചെയ്യണം. ഇനിയിപ്പോൾ 2 കട്ട കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഒരു പമ്പ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫ്യൂൽ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടിയാലോ. നമ്മൾ ആ മെയിൻ റോഡ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റൈറ്റ് അങ്ങ് കട്ട് ചെയ്ത് കയറിയിട്ടോ. റൈറ്റ് കട്ട് ചെയ്ത് കയറിയിട്ടാണ് ഇപ്പോൾ പോണേ. ഒരു വണ്ടി പോലും ഇല്ല ഈ റൂട്ടിൽ. ഒരു മനുഷ്യ കുഞ്ഞില്ല. ഇത് ഏതാ റൂട്ട് എന്ന് ഒരു ഐഡിയയും കിട്ടണില്ല കേട്ടോ. ആനപ്പട്ടി വഴി തന്നെയാണ്. ഓക്കെ, എന്തായാലും പോയി നോക്കാം. ഏകദേശം 1 മണിക്കൂർ 41 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ആനക്കട്ടി റൂട്ട്. ഇവിടെ പോയി നോക്കാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണട്ടല്ലേ. പക്ഷെ എന്തായാലും നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടും ഉണ്ട്. അതിനൊരു കുറവില്ല. പക്ഷെ റൂട്ട് അടിപൊളിയാട്ടോ. വ്യൂ ഒന്നും രക്ഷയില്ല. ഒരു വണ്ടി പോലും ഇല്ല. രണ്ട് സൈഡിലാണെങ്കിലോ തോട്ടങ്ങളാണ്, പറമ്പുകളാണ്. അവിടെ റോഡ് ഉണ്ടോ?
വേറൊരു റോട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ടോ. ഇത് വേറൊരു ചെറിയ റോഡ്. അറിയില്ല മോനെ, ഏത് റൂട്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് ഏത് റൂട്ടിൽ കൂടെയൊക്കെ പോകണമെന്ന് ഒരു ഐഡിയ കിട്ടില്ല. പക്ഷെ രണ്ട് സൈഡും തെങ്ങും തോപ്പാണ്. നല്ല റൂട്ട് അടിപൊളി. ചെറിയ നാരോ റോഡും. അത് ഫസ്റ്റ് ടൈം ആട്ടെ റൂട്ട്. ഇതുവരെ റൂട്ടിൽ വന്നിട്ടില്ല. ഏ അതെ, ഇവിടെ പക്ഷെ ഇവിടെ ജനങ്ങളുണ്ട്. ചെറിയ ചെറിയ റോഡാണെങ്കിലും റോഡൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇഷ്ടംപോലെ വീടുകളും ഉണ്ട്. ഏത് റൂട്ടാണോ പഠിച്ചോനെ. അങ്ങനെ നമ്മൾ വരാത്തൊരു റൂട്ടായതുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്തു കൂടെയൊക്കെ പോകുന്നുണ്ടോ? ഞാനിപ്പോഴാണ് ഒരു KL വണ്ടി കണ്ടത് കേട്ടോ. അതിൻ്റെ മുന്നിൽ ഒരു അൾട്ടോ ഉണ്ട്, KL 50A 4224. ഞാനിപ്പോഴാണ് ഒരു KL വണ്ടി കണ്ടത്. ഇത്ര നേരമായിട്ടൊരു KL വണ്ടി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതുപോലെ അങ്ങോട്ടും KL വണ്ടികൾ പോയി. ഇനി നമുക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട് അട്ടപ്പാടി. ആനക്കട്ടിക്ക് ഒരു 17 കിലോമീറ്റർ. നമുക്കെന്താ പറയുക, നമുക്ക് ഈ അറിയാത്ത റൂട്ടാകുമ്പോൾ ഇപ്പോൾ അറിയില്ല വല്ല ചെക്ക് പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നമ്മൾ അടച്ചിട്ട് റിട്ടേൺ വരേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ ഒരുപാട് കൺഫ്യൂഷന്. അപ്പോൾ അതുള്ളതുകൊണ്ടാണ് നമുക്കൊരു ഒരു ഒരു ഭയം ഉണ്ടായിരുന്നത്. പക്ഷേ റൂട്ട് കുഴപ്പമൊന്നുമില്ല. അത് KL വണ്ടികൾ, KL 53, KL വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു ധൈര്യമാണ്. നമ്മൾ പോകുന്നത് ശരിയായ റൂട്ട് തന്നെയാണ് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പോണ റൂട്ട് ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. കാരണം KL വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണൊക്കെ ഉണ്ടല്ലോ. നല്ല അടിപൊളി റോഡ്, രണ്ട് സൈഡിലും നല്ല ഗ്രാമക്കാഴ്ച. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണത് എന്താ വെച്ചാൽ സംഭവം പൊളി റൂട്ടാണ്. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആരെങ്കിലും ഈ റൂട്ട് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഊട്ടിയിൽ നിന്ന് റിട്ടേൺ ഒരു പീസ്ഫുള്ളായിട്ട് ബൈക്ക് ഓടിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, സെറ്റ് റൂട്ടാണിത്. ഇതുവരെ വന്നിടത്തോളം അടിപൊളിയാണ്. പക്ഷെ കുറച്ച് ഓടണമെന്നുണ്ട്, കുറച്ച് ഓടണമെന്നുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ്. സെറ്റ് റോഡ് പറഞ്ഞാൽ സെറ്റ് റോഡ്. മുന്നിൽ ലെഫ്റ്റ് സൈഡ് വലിയൊരു ഹില്ല് കാണുന്നുണ്ട് കേട്ടോ. പൊളി, നല്ല കാറ്റുമുണ്ട്. നീണ്ടു കിടക്കുന്ന റോഡ്. ഓപ്പോസിറ്റ് ഒരു ബൈക്ക് വന്നാലായി, അല്ലാതെ വേറൊരു വണ്ടി ഞാൻ കണ്ടില്ല. നമ്മൾ അത്യാവശ്യം സ്പീഡ്, അതായത് 60 സ്പീഡിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോവുകയാണ്. ഒരു രക്ഷയില്ല, പൊളി മൂഡ്. നമ്മൾ ബാക്കിലൊരു വണ്ടിയില്ല, ഫ്രണ്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ബൈക്കോ വന്നായി. മോനെ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൃഷിയും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ അടിപൊളി റോഡ് ഇങ്ങനെ പോകുന്നത്. ചെറിയ റോഡാണ്, പക്ഷെ അടിപൊളിയാണ്. പിന്നൊരു ജംഗ്ഷൻ വരാണ്ട്, അവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. മാപ്പിൽ നോക്കണം വെച്ച് ലെഫ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. എന്തായാലും പോയോക്കാം.
ഒരു ചെക്ക് പോസ്റ്റ് പോലെ കാണിക്കുന്നുണ്ട്. ഇറങ്ങിക്കോ, ഇറങ്ങ്, ചോദിക്കാം. വണ്ടി നമ്പർ വേണമാ? വണ്ടി നമ്പർ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അട്ടപ്പാടി. ഓക്കെ, പ്രശ്നമില്ല. ചോദിക്കാം, പറയണ്ടേ. ഒരു ചെക്ക് പോസ്റ്റ് കണ്ടു, പക്ഷേ ഇവിടെ ഒന്നും ചോദിച്ചൊന്നുമില്ല. ഞാൻ വിചാരിച്ച എന്തെങ്കിലും ചോദിക്കുന്നു, പക്ഷെ അത് ചോദ്യമൊന്നും ഉണ്ടായില്ല. എന്തായാലും കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്നത് ഭയങ്കര ഡീസൻ്റ് ആളാണ് തോന്നുന്നുണ്ട്. മുപ്പര് ഓക്കെ, വണ്ടി നമ്പറൊന്നും വേണ്ട, പൊക്കോളൂ എന്ന് പറഞ്ഞു. അടിപൊളി. ഈ റൂട്ട് വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വരാട്ടോ. അടിപൊളി റൂട്ട് പറഞ്ഞാൽ അടിപൊളി റൂട്ട്, ഒരു രക്ഷയില്ല. ബൈക്കിനൊക്കെ വരാൻ പറ്റിയ റൂട്ട്, പേച്ചൊന്നുമില്ലാത്ത റോഡും, പൊളി വൈബ് പറഞ്ഞാൽ പൊളി വൈബ്, ഒരു രക്ഷയില്ല. ഈ ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഒരു വീടുകളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ. ഫോറസ്റ്റ് ഏരിയ ആണോ? രണ്ട് സൈഡിലും ഫോറസ്റ്റാ. അപ്പോൾ ഇതിൻ്റെ മുന്നിലൊരു KSRTC തമിഴ്നാട് ബസ് പോകുന്നുണ്ട് കേട്ടോ. ആ, അപ്പോൾ ഇതേ എൻ്റെ മുന്നിൽ ഒരു തമിഴ്നാട് ബസ്. അപ്പോൾ ഈ റൂട്ട് ഒരു ബസ് റൂട്ടുള്ളതാണ് അല്ലേ? ശരി. ഇത്ര ഉള്ളേരിയ കൂടി ഒരു ബസ് റൂട്ട് ഉണ്ടല്ലോ അല്ലേ? സമ്മതിച്ചു. ഇവിടുത്തെ ആൾക്കാർക്കും ചിലപ്പോൾ ഇതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള റോഡാവും ചിലപ്പോൾ അത്. മോനെ, ഈ റൈറ്റ് സൈഡിൽ എന്തോ ഉണ്ടല്ലോ, ജംഗിൾ റിസോർട്ട്, ആയറ ജംഗിൾ റിസോർട്ട്. ഓഹോ, അവിടെ റിസോർട്ടുണ്ട്, കണ്ടമാനം ആൾക്കാരും ഉണ്ട്. SR ജംഗിൾ റിസോർട്ട്. അപ്പോൾ SR ജംഗിൾ റിസോർട്ട് ബുക്ക് ചെയ്താലപ്പോൾ അടിപൊളിയാവും അല്ലേ? അത് ശരി. ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂട്ട് ഇപ്പം ആരും ഉപയോഗിക്കാത്തതാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഇത് ഭയങ്കര ട്രെൻഡായിട്ടുണ്ടാകും, ചിലപ്പോൾ ആൾക്കാർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടും ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് വരുന്നതുകൊണ്ടാവും എനിക്കങ്ങനെ തോന്നുന്നത്. എന്തായാലും നമ്മളെ റിട്ടേൺ വരവ് അടിപൊളിയായി. ലെഫ്റ്റ് സൈഡ് ആനക്കട്ടി, അട്ടപ്പാടിയൊക്കെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ലാൻഡ് ഫോർ സെയിൽ. അവിടെ വലിയ സ്ഥലമൊക്കെ വാങ്ങി വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ട്. നമ്മളവിടെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേറെ റൂട്ട് കയറിയിട്ടാ. ഫുള്ള് കാടാണ് രണ്ട് സൈഡിലും.
ഇന്നേരം അട്ടപ്പാടി എത്തിയിട്ട് വേണം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ. വിശക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് അടിക്കണം. ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിശപ്പിന് ഒരു ശമനമാവുമായിരുന്നു. എന്തായാലും നല്ല വെയിൽ കൊണ്ട് ഇങ്ങനെ ഓടിക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ, ടിഎൻ വണ്ടികളാണ്. അത് ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കട്ടെ കേട്ടോ. അവൻ്റെ മാൻ നല്ല റൂട്ട്. ഒരു ചെറിയൊരു ജംഗ്ഷൻ എത്തിയിട്ടോ. ഇവിടെ നിന്ന് റൈറ്റ്. ഒരു പിള്ളേരെ കണ്ടല്ലോ. ചെറിയ ചെറിയ വീടുകളും അമ്പലവും വൈബായിരിക്കുമല്ലോ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ. ചിലപ്പോൾ നമ്മൾ വന്ന് ചിലപ്പോൾ താമസിച്ച വലിയ വൈബൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ വൈബായിരിക്കും. നല്ല റൂട്ട്, ഇഷ്ടമായി എന്തായാലും. പക്ഷെ ഇവിടെ മഴ പെയ്തൊരു ഇതൊന്നും കാണുന്നില്ല. ഇവിടേക്ക് മഴ ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. ഇനിയിപ്പോൾ കേരള ബോർഡർ കഴിഞ്ഞാലായിരിക്കും മഴ തുടങ്ങുക. ഇതുവരെ നമ്മൾ പോന്നപ്പോഴും നമുക്ക് മഴയൊന്നും കിട്ടിയില്ല. ഊട്ടിയിൽ നിന്ന് നമുക്ക് മഴയൊന്നും കിട്ടിയില്ല. റിട്ടേൺ പോരുമ്പോഴും മഴയൊന്നും ഇതുവരെ കിട്ടിയില്ല. നമ്മുടെ റൈഡ് എന്തായാലും മഴ കൊണ്ടുപോയില്ല. അതെന്തായാലും കാര്യമായി. മൺസൂൺ റൈഡ് ഒരു മഴ ഇല്ലാത്ത മൺസൂൺ റൈഡായി. ഓവർ മഴ കിട്ടിയാലും മൺസൂൺ റൈഡിനൊരു രസം ഉണ്ടാവില്ല. എന്നാലും ഞാൻ ചെറിയ മഴയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അതുപോലും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ചാറ്റിൽ നമുക്ക് കൂടല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടിയെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് മഴയൊന്നും നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ആനൈക്കട്ടി എത്തിട്ടോ. ഒരു KL ബസ്സൊക്കെ കണ്ടു. മലയാളം ഒക്കെ കാണാൻ തുടങ്ങി ആ ബസ്സുമ്മേ. മലയാളം ബോർഡൊക്കെ ഉണ്ട്. അങ്ങനെ ആനൈക്കട്ടി എത്തി. KL വണ്ടികളുണ്ട്. പാലക്കാട് കയറി നമ്മൾ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആനക്കട്ടി. ഓക്കെ, ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചാലോ? ചായ അടിക്കണോ കഴിക്കണോ? നമ്മൾ ആനക്കട്ടീന്ന് ഒരു ടീ ബ്രേക്ക് എടുത്തു. ഒരു ജ്യൂസ് കുടിച്ചു. നമ്മൾ ലഞ്ച് കഴിക്കാൻ നിന്നില്ല. നമ്മളൊരു ജ്യൂസിലൊതുക്കി. കാരണം വയറ് ഏകദേശം നമുക്കൊരു വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹെവി ഫുഡ് ആക്കണ്ട വിചാരിച്ചിട്ട് നമ്മളൊരു ജ്യൂസ് കഴിച്ചു. ഒരു പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചു. രണ്ടാളും ഓരോ പൈനാപ്പിൾ ജ്യൂസും ഞാനൊരു എഗ് പപ്സും കഴിച്ചു. പിന്നെ നേരെ അട്ടപ്പാടി പിടിക്കാം. നമുക്കൊരു 7 മണിയാകുമ്പോഴേക്കും മലപ്പുറം എത്തണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടുന്ന് 56 മിനിറ്റ്, ഏകദേശം 30 കിലോമീറ്റർ അട്ടപ്പാടിക്ക് കാണിക്കുന്നുണ്ട്. 56 മിനിറ്റ്, 1 മണിക്കൂർ കാണിക്കുന്നുണ്ട്. നേരത്തെ 38 മിനിറ്റ് 40 മിനിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 56 മിനിറ്റ് കാണിക്കുന്നുണ്ട്. എന്തായാലും റൂട്ടും എല്ലാം കൊണ്ട് അനുകൂലമായതുകൊണ്ട് അടിപൊളിയായി. നമ്മൾ ആനക്കട്ടി വരെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റോഡും കുറച്ച് മോശമാണ്. അടിപൊളി കാഴ്ച കാണണം. വെള്ള കഴുത. നമ്മൾ വേറെ കഴുതനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് വെള്ള കഴുത റോഡിൻ്റെ സെൻറ്ററിൽ. അതിൻ്റെ സൈഡിലേക്ക് മാറിയിട്ടാണ്. ഞാൻ അങ്ങനെ വെള്ള കഴുതകൾ അങ്ങനെ കണ്ടിട്ടില്ല.
അടിപൊളി ഒരു കാഴ്ചയായി പോയി. പ്യൂർ വൈറ്റിൽ ഞാൻ നമ്മളെ മറ്റേ യൂട്യൂബിലൊക്കെ മറ്റേ ആ ഫാമിലെ വീഡിയോസ് കാണുമ്പോൾ അതിലൊക്കെ കണ്ടിട്ട് നല്ല ഇത്ര വലുപ്പമുള്ളതും അതും ആർക്കും വേണ്ടാതെ ഇങ്ങനെ തേരാപ്പാരം നടക്കും. ഇപ്പം അവിടെ മൊത്തം ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അടിപൊളിയായി. ഫ്യൂല് ഫില്ല് ചെയ്യാൻ നിർത്തി ഒരു പമ്പിൽ. നമ്മളവിടുന്ന് കണ്ട് റൂട്ട് ഓടി വന്ന അഗളി ആനക്കട്ടിന്ന് അഗളി എത്തിയിട്ട് ഇല്ല. നമ്മൾ ഇവിടുന്ന് കൊണ്ട് കയറി വന്നതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും പെട്രോൾ അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു പമ്പ് കണ്ടപ്പോൾ നിർത്തി പെട്രോൾ അടിച്ചു. പിന്നെ ബാത്റൂം പോവുകയും ചെയ്യാം. അപ്പോൾ അത് കുറച്ച് മുന്നേ നമ്മൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാത്റൂമൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളങ്ങനെ അഗളി എത്തിയിട്ടോ. അഗളി ടൗണായി. ഓക്കെ, ഇനിയിപ്പോൾ അഗളിയിൽ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്ററുള്ള അട്ടപ്പാടിക്ക്. അഗളി ഈ അഗളി കേരള സ്റ്റേറ്റിലാണല്ലേ. പക്ഷെ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പകളി ആനക്കട്ടിന്ന് അഗളി എത്തി. നമുക്കൊരു 29 മിനിറ്റ് ഉണ്ട്. സമയം വന്നിട്ട് 2:45. നമ്മൾ എന്തായാലും ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് അട്ടപ്പാടി എത്തും. എന്തായാലും ടൂറിസ്റ്റുകൾ കുറവാണ് ഈ റൂട്ടിൽ കേട്ടോ. വണ്ടികളും പൊതുവെ കുറവാണ്. അങ്ങനെ നമ്മൾ അട്ടപ്പാടി കഴിഞ്ഞു കേട്ടോ. അട്ടപ്പാടി കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ മണ്ണാർക്കാട് റോഡിന് അങ്ങോട്ട് കയറി. കാരണം അട്ടപ്പാടിക്ക് പോയിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ റൂട്ട് അങ്ങോട്ട് കയറിയില്ല. അവിടുന്ന് ഒരു 100-200 മീറ്റർ ഉള്ളിലേക്കാണ് കയറണം മെയിൻ റോട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളെന്തായാലും ആ റൂട്ടിൽ പിടിച്ചില്ല. നമ്മൾ നേരെ മണ്ണാർക്കാട് പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി ബാക്കി നമ്മൾ മണ്ണാർക്കാട് റൂട്ട് പിടിച്ചിട്ട് നമുക്ക് നേരെ പോകാം. അതാണ് നല്ലത്. മറ്റേതെന്താ അറിയാം, നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അട്ടപ്പാടിക്ക് പോയിട്ടില്ല. എന്തായാലും ഇതുവരെ ഒന്നും റൂട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അട്ടപ്പാടി കഴിഞ്ഞു. അട്ടപ്പാടി കഴിഞ്ഞ് കുറച്ചും കൂടി പോകുന്നൊരു ഫോറസ്റ്റിക്ക് കയറി കേട്ടോ. ഏത് ഫോറസ്റ്റ് എന്നൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ സൈലൻറ്റ് വാലിയുടെ ഭാഗമാണോ അറിയില്ല. നല്ല റൂട്ട്. ആകെ ഇരുട്ടായ പോലെ ഉണ്ട്. വീണ്ടും ഇവിടെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മഴ പെയ്ത ഫീലൊക്കെ ഉണ്ട്. നല്ലൊരു വൈബുണ്ട്. കിടു എന്തോ ഒരു ചെറിയൊരു ഫോറസ്റ്റ് റൂട്ടാണിത്. ഇതിപ്പോൾ നമ്മളെ മലക്കപ്പാറ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട് ഫോറസ്റ്റൊക്കെ ഫീൽ ചെയ്യിപ്പിക്കണ പോലത്തെ റോഡ്. റോഡ് എന്തായാലും 10 പൈസക്കില്ല. ബാക്കിയുള്ള ആ അറ്റ്മോസ്ഫിയർ അടിപൊളി. ഇതുവഴി നമുക്ക് ഊട്ടി പോവാനും ഇതുവഴി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഊട്ടി നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വഴി നേരെ ഊട്ടി കയറിയിട്ട് പിന്നെ നമുക്ക് നേരെ ഗൂഡല്ലൂർ വഴി റിട്ടേൺ പോരാനും, അല്ലെങ്കിൽ അങ്ങനെ കയറിയിട്ട് ഇങ്ങനെ റിട്ടേൺ പോരാനും ഓക്കെയാണ്. അവിടെ ഒരു അരുവി പുഴയൊക്കെ വീഴുണ്ട്. തോട് വണ്ടികൾ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. സൈലന്റ് വാലി നാഷണൽ പാർക്ക്. വണ്ടികൾ നിർത്തിയിട്ടേ എമ്മത്ത് അട്ടപ്പാടി. ഇതിപ്പോൾ
ഫോട്ടോ എടുക്കാനാണ് ആൾക്കാർ ഇവിടെ നിൽക്കണേ. എല്ലാവരും അട്ടപ്പാടിക്കായിട്ട് കയറി വരുന്നത്. അപ്പോൾ സൺഡേ ഈ റൂട്ടിൽ നല്ല റഷ് ഉണ്ട്, കണ്ടവൻ ആൾക്കാർ കയറി വരുന്നുണ്ട്. നമ്മൾ ആ റൂട്ടിലൊന്നും ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഊട്ടിക്ക് ഒരാളും കണ്ടില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല ആൾക്കാരുണ്ട്. ആനക്കട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് അത്യാവശ്യം വണ്ടികൾ ഞാൻ കണ്ടു. നമ്മളങ്ങനെ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ 2-3 കിലോമീറ്റർ പൊട്ടിപ്പൊളിഞ്ഞ റോഡേനില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ അവസ്ഥ ദയനീയ അവസ്ഥ. പെട്ടുപോയി. ആ ചളി പിളി പോട്ടെ, കട്ടറുകളാണ് കുഴി. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ആകെ പണി കിട്ടിയിരുന്നത്. ഇനിയിപ്പോൾ മണ്ണാർക്കാട് എത്തണം. ഇപ്പോൾ ഈ റോഡ് ഓക്കെ, നേരത്തെ റോഡ് ഭയങ്കര മോശമായിരുന്നു. സ്ക്രാച്ച് ആയോ? അപ്പോൾ നമ്മളെ വൈഫിൻ്റെ ഗ്ലാസ് ഒന്ന് വീണ് പോയിരുന്നു. അപ്പോൾ അത് കിട്ടി. ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മണ്ണാർക്കാടൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് ഏകദേശം ഇങ്ങോട്ട് കുറച്ചെത്തി. അപ്പോൾ നമ്മൾ മാപ്പൊന്ന് ഇട്ട് നോക്കി, ഇനി എത്ര ദൂരമുണ്ട്, എത്ര സമയമെടുക്കും നമ്മൾ റീച്ച് ചെയ്യാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് പെരിന്തൽമണ്ണ ബ്രിഡ്ജ് ക്ലോസ് ആണെന്നുള്ളത് കണ്ടത്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ എത്താനായി. നമുക്കൊരു ഡൈവേർഷൻ കാണിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ പെരിന്തൽമണ്ണ റോഡ് ക്ലോസ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൂട്ട് ചെയ്തിട്ടുണ്ട്. ആ റോഡും ചെറിയ പണി നടക്കുന്നത് കാണിക്കേണ്ടത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ്, ചിലപ്പോൾ അതിലേറെ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഗൂഗിൾ അമ്മച്ചി അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മഴക്കാറുണ്ട് ചെറുതായിട്ട്, മഴ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ നമ്മളെ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പെട്ടെന്നാവും ചിലപ്പോൾ എല്ലാം, ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിതുവരെ വന്ന ആ ഒരു മൂഡ് വേറെ ലെവലായിരുന്നു കേട്ടോ. നമ്മൾ 2 ദിവസം പോയതറിഞ്ഞില്ല. ഊട്ടി റൂട്ടും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കൂനൂർ വഴി ഇങ്ങോട്ട് പോകുന്ന റൂട്ടും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ആരെങ്കിലും ആ റൂട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതും ഈ സമയത്ത് അടിപൊളിയാണ്. പിന്നെ ഞാൻ പിന്നെ കുറച്ച് ഫേമസ് ആയ ഫുഡ് സ്പോട്ടൊക്കെ ഊട്ടിയിൽ 2-3 കടയിൽ കയറിയിരുന്നേ. ഇത് നമ്മൾ 2 ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നേ. അത് പിന്നെ വേറൊന്നും അത് നമുക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ വേറൊരു ചെറിയൊരു തട്ടുകട ഉണ്ട്, അത് കഴിച്ച്. അപ്പോൾ ആ 2 ഫുഡ് സ്പോട്ടും വലിയ റിവ്യൂ ഒക്കെ ഉണ്ടായിട്ട് കയറിയായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കവർ ചെയ്യുക. കാരണം അത് അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഊട്ടി പോവുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യുകയാണോ വെച്ചാൽ അല്ല, എന്നാലും അവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ആ ഒരു വൈബും പിന്നെ ഫുഡും ഓക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. കാരണം മഴ പെയ്താൽ പണി കിട്ടുമോ എന്നുള്ള ആ ഒരു പേടിയുള്ളൂ. കാരണം മഴ പെയ്യണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ വീടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായല്ലോ. അങ്ങനെ നമ്മൾ ഹോം ടൗൺ റീച്ച് ചെയ്യാനായിട്ടാണ് വീണ്ടും ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ടി വന്നു. നമ്മൾ
ആനക്കട്ടിന്ന് ഒരു 300 റുപ്പീസിന് അടിച്ചിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ ഫുള്ളാക്കി. പിന്നെ അതിന് ശേഷം നമ്മൾ ആനക്കട്ടിയിൽ നിന്നാണ് അടിക്കുന്നത് ഒരു 300 റുപ്പീസിന്. അത് കഴിഞ്ഞ് ഇതേ നമുക്ക് മലപ്പുറം ഹോം ടൗണിൽ നിന്ന് ഒരു 200 റുപ്പീസും കൂടി അടിച്ചു. അപ്പം അങ്ങനെ നമ്മൾ റൈഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, റൈഡ് അടിപൊളിയായിരുന്നു. എന്തായാലും വീടെത്തിയിട്ട് സൈൻ ഔട്ട് ചെയ്യാം, അതാവും അതിൻ്റെ ഒരു സുഖം. എന്തായാലും വീട്ടിലേക്ക് എത്തട്ടെ. വീട്ടിലെത്തി കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാലൊരു സുഖം ഉണ്ടാവില്ല. അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അതോടുകൂടി. അപ്പോൾ നമ്മൾ സേഫായി റൈഡ് ചെയ്ത് വീട്ടിലെത്തി. ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും വരും. അപ്പോൾ ഇനിയൊരു വ്ളോഗായിട്ട് വരുന്നവരെ